ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എം.കോം തേർഡ് സെമ്മിലെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. ബാക്കി 3 യൂണിറ്റുകളും നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ യൂണിറ്റിന്റെ പേര് മെഷർമെന്റ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണ് റിസ്ക് ആൻഡ് റിട്ടേൺ അനാലിസിസ്. എന്താണ് റിസ്ക്, അതുപോലെ തന്നെ റിട്ടേൺ. നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിലും റിട്ടേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും റിസ്ക് ഉണ്ട്. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഹയർ റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റിസ്ക്കും ഹയർ ആയിരിക്കും. ഇപ്പോ ഈ റിസ്ക് ആക്ച്വലി പറയുന്നത് ഏതൊരു ഇൻവെസ്റ്റ്മെന്റിനും നമുക്കറിയാം റിട്ടേൺ ഉണ്ട്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ മന്ത്ലി ഒരു റിട്ടേൺ 10,000 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ ആക്ച്വലി നമുക്ക് ഈ മാസം കിട്ടിയിട്ടുള്ളത് 8,000 ആണെന്ന് സപ്പോസ് വിചാരിക്കുക. അപ്പൊ ആ ബാക്കിയുള്ള ആ ഒരു ബാലൻസിങ് ആയിട്ട് വരുന്ന 2,000 അതിനെയാണ് ആക്ച്വലി റിസ്ക് എന്ന് പറയുന്നത്. നമ്മളെ എക്സ്പെക്റ്റഡ് റിട്ടേണും ആക്ച്വൽ റിട്ടേണും തമ്മിലുള്ള ആ ഒരു വേരിയേഷൻ, ആ ഒരു ഡിഫറൻസിനെയാണ് റിസ്ക് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It's the chance of deviation of actual returns from the expected return. അപ്പോൾ ഇങ്ങനെ ഈ റിസ്ക് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റമാറ്റിക് റിസ്ക്, അതുപോലെ തന്നെ രണ്ടാമത്തത് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ കമ്പനീസിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. അത് നമുക്ക് ഒരിക്കലും മിനിമൈസ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ പറ്റില്ല. അത് എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണ്. അപ്പോൾ ആ റിസ്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ ഉണ്ടാകും. അതിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻ ആണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, അതുപോലെ തന്നെ മാർക്കറ്റ് റിസ്ക്, അതുപോലെ തന്നെ പർച്ചേസിംഗ് പവർ റിസ്ക്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് സെക്യൂരിറ്റീന്റെ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് വരുന്ന റിസ്ക്. ഇപ്പോൾ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഡിബെഞ്ചേഴ്സ് ആണെങ്കിലും ബോൺസ് ആണെങ്കിലും ഒക്കെ അങ്ങനെയുള്ള ഡെപ്റ്റ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റീന്റെ പ്രൈസ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്യൂരിറ്റീന്റെ പ്രൈസ് കൂടും. ആ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ അതാണ് ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മാർക്കറ്റ് വോളറ്റിലിറ്റി ആണ് ഈ ഒരു റിസ്കിൽ പറയുന്നത്. അപ്പോൾ അത് ആ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ വരുന്ന വോളറ്റിലിറ്റി ആ ഒരു മാർക്കറ്റിലുള്ള എല്ലാ കമ്പനീസിനെയും എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ബാധിക്കുന്നതാണ്. ദെൻ തേർഡ് വൺ ആണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഇൻഫ്ലേഷൻ കൊണ്ട് വരുന്ന റിസ്ക് ആണ് പർച്ചേസിംഗ് പവർ റിസ്കിൽ വരുന്നത്. ഇപ്പോൾ ഇൻഫ്ലേഷൻ കൂടുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ 10 രൂപന്റെ സാധനം അതിന്റെ വില 15 കൂടുമ്പോൾ നമ്മുടെ പർച്ചേസിംഗ് പവർ, കൺസ്യൂമേഴ്സിന്റെ പർച്ചേസിംഗ് പവർ കുറയാണ്. സോ അത് റിലേറ്റ് ചെയ്ത് വരുന്ന റിസ്ക് ആണ് പർച്ചേസിംഗ് പവർ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇതാണ് സിസ്റ്റമാറ്റിക് റിസ്കിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ഈസ് ഇൻട്രസ്റ്റ് റിസ്ക്, സെക്കൻഡ് വൺ ഈസ് മാർക്കറ്റ് റിസ്ക്, തേർഡ് വൺ ഈസ് പർച്ചേസിംഗ് പവർ റിസ്ക് ഓർ ഇൻഫ്ലേഷൻ റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണ് നമ്മൾ പറഞ്ഞു, അൺകൺട്രോളബിൾ ആണ്. എല്ലാവർക്കും മാർക്കറ്റിലുള്ള എല്ലാ കമ്പനീസിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ ബാധിക്കുന്ന റിസ്ക്. ഇനി നെക്സ്റ്റ് വൺ ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിലുള്ള റിസ്ക് കുറയ്ക്കാൻ പറ്റും. ആ കുറയ്ക്കുന്ന കൈൻഡ് ഓഫ് റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെ നമുക്ക് കുറക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് പറ്റുന്ന കൈൻഡ് ഓഫ് റിസ്ക് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ നേരത്തെ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ കേസ് പറഞ്ഞ പോലെ ആ ഒരു മാർക്കറ്റ് ഹോളായിട്ട് അത് അഫക്റ്റ് ചെയ്യില്ല. അത് ഓരോ കമ്പനീനെയും സ്പെസിഫിക് ആയിട്ട്, അത് ഓരോ കമ്പനിക്കും സബ്ജക്റ്റീവ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അത് കമ്പനി സ്പെസിഫിക് ആണ്. സോ അതിനെ ഡൈവേഴ്സിഫയബിൾ റിസ്ക് എന്നോ കമ്പനി സ്പെസിഫിക് റിസ്ക് എന്നോ സ്പെസിഫിക് റിസ്ക് എന്നോ ഒക്കെ പറയാം. ഇനി അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് 2 ഉണ്ട്. ബിസിനസ് റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ട്. ഇപ്പൊ ഓരോ കമ്പനിയും ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ സെയിൽസ് കുറഞ്ഞു. ആ സെയിൽസ് കുറഞ്ഞത് നല്ല രീതിയിൽ സെയിൽസിനെ കുറഞ്ഞതിനേക്കാളും ഒരു ഹയർ പ്രൊപ്പോർഷനിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകത്തിനെ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് ഡെപ്റ്റിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ
ഇക്വിറ്റിനേക്കാളും ഡെപ്റ്റ് കണ്ടന്റ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേണിനെ ബാധിക്കും. അതാണ് ഫൈനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. സോ റിസ്കിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് കൺട്രോളബിൾ അല്ല, അത് എല്ലാവർക്കും എല്ലാ ബിസിനസ്സിനും ഒരുപോലെ ബാധിക്കുന്നതാണ്. അതിൽ വരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, ഇൻഫ്ലേഷൻ റിസ്ക്. ദെൻ അൺസിസ്റ്റമാറ്റിക് റിസ്ക്, അത് ഡൈവേഴ്സിഫിക്കേഷൻ വഴി ഒരു പരിധിവരെ നല്ല രീതിയിൽ കൺട്രോളബിൾ ആണ്. അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ബിസിനസ് റിസ്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിസ്കും. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് മെഷർമെന്റ് ഓഫ് റിസ്ക്. ഇപ്പോ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരുപോലെ റിസ്ക് എടുക്കണം എന്നുള്ള ആവണമെന്നില്ല. ഓരോരുത്തരുടെയും റിസ്ക് ടേക്ക് കാപ്പബിലിറ്റി ഡിഫറെന്റ് ആണ്. ചിലവർക്ക് റിസ്ക് കുറച്ച് കൂടുതൽ എടുക്കാൻ താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് അത്രത്തോളം താല്പര്യം ഉണ്ടായിരിക്കണമെന്നില്ല. സോ റിസ്ക് ടോളറൻസ് ഡിഫറെന്റ് ആണ്. സോ ഓരോ ഇൻവെസ്റ്റേഴ്സും അതിന്റെ ആ റിസ്കിനെ മെഷർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനെ മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം അവർ ചെയ്യേണ്ടത്. അപ്പോ ഈ റിസ്കിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി സിസ്റ്റമാറ്റിക് റിസ്കും ഉണ്ട്, അൺസിസ്റ്റമാറ്റിക് റിസ്കും ഉണ്ട്. ഇത് രണ്ടിന്റെ മെഷർമെന്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അൺസിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ വഴി ഒഴിവാക്കാനായിട്ട് പറ്റും. നമ്മളെ പോർട്ട്ഫോളിയോ മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്താൽ മതി. അപ്പോ സിസ്റ്റമാറ്റിക് റിസ്കിന്റെ മെഷർമെന്റ് ആണ് നമുക്ക് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. റിസ്ക് മെഷർമെന്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോ നമ്മള് സെക്യൂരിറ്റിന്റെ അല്ലെങ്കിൽ നമ്മളെ ഷെയർസിന്റെ വേരിയബിലിറ്റി, അതിൽ വരുന്ന വേരിയബിലിറ്റി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദ വേരിയബിലിറ്റി ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റിൽ വരുന്ന വേരിയബിലിറ്റി കൊണ്ടാണ് നമ്മളെ സെക്യൂരിറ്റീസിൽ വേരിയബിലിറ്റി വരുന്നത്. അവിടെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് വേരിയബിലിറ്റിനെ അല്ലെങ്കിൽ ആ മാർക്കറ്റിൽ വരുന്ന റിസ്കിനെ, ആ മാർക്കറ്റ് വേരിയബിലിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ എന്നുള്ള ഒരു ടേം കൊണ്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ ബി, ഒരു ടെയില്, ബീന്റെ താഴത്തോട്ട് ഒരു ചെറിയ ടെയില് പോലെ ഉണ്ടായിട്ട് ആ ഒരു ബീറ്റ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് അല്ലെങ്കിൽ മാർക്കറ്റ് വേരിയബിലിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. അത് ആക്ച്വലി ഡിനോട്ട് ചെയ്യുന്നത് സെക്യൂരിറ്റീന്റെ റിട്ടേൺ, അതായത് നമ്മളെ ഷെയർസിന്റെ റിട്ടേൺ മാർക്കറ്റ് വേരിയബിലിറ്റിനോട് എത്രത്തോളം റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. There exists a direct relationship between beta and volatility of security return. അതായത് ബീറ്റ എന്ന് പറയുന്നത് മാർക്കറ്റ് റിട്ടേൺ ആണ്, അത് നമ്മുടെ സെക്യൂരിറ്റി റിട്ടേൺ ആയിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബീറ്റന്റെ വാല്യൂ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, അതുപോലെ തന്നെ 0, 1 ആകാം. അപ്പോ ഒരു ആവറേജ് റിസ്ക് ഉള്ള ഷെയർസ് ആണ്, സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബീറ്റ വാല്യൂ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. ദെൻ ഹയർ പോസിറ്റീവ് വാല്യൂസ് ആണ് ബീറ്റൻ്റെത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ സെക്യൂരിറ്റീസിന്റെ റിട്ടേണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസ്ക് കുറച്ച് അധികമാണ്. അതായത് മാർക്കറ്റ് വോളറ്റിലിറ്റിനെക്കാട്ടിലും ഹയർ റിസ്ക് ആണ് നമ്മൾ സെക്യൂരിറ്റീസിനുള്ളതാണ് ഒരു ഹയർ പോസിറ്റീവ് ബീറ്റ വാല്യൂ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു നെഗറ്റീവ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള റിസ്ക് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളതാണ് വാല്യൂ അറ്റ് റിസ്ക് അനാലിസിസ് അല്ലെങ്കിൽ വാർ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ മുന്നേ എല്ലാ ഇൻവെസ്റ്റേഴ്സും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം വരാവുന്ന പോസിബിൾ ലോസ് എത്രയാണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മെഷർ ചെയ്ത് നോക്കണം. അതിനെയാണ് വാർ അനാലിസിസ് എന്ന് പറയുന്നത്, വാല്യൂ അറ്റ് റിസ്ക് അനാലിസിസ്. മാക്സിമം പോസിബിൾ ലോസ്, നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന മാക്സിമം ലോസ് എന്താണെന്നുള്ളതൊന്ന് മെഷർ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ വാല്യൂ അറ്റ് റിസ്കിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് പാരാമെട്രിക് മെത്തേഡ്, ആൻഡ് തേർഡ് വൺ ഇസ് മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ്. സോ ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ റിസ്കിനെ നമ്മളെ കമ്പനീന്റെ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് എന്താ പറയാ പ്രെഡിക്റ്റ് ചെയ്യുക, അത് വെച്ചിട്ട് മനസ്സിലാക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ഡാറ്റ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ വെച്ചിട്ട് ഒരു ഹിസ്റ്റോഗ്രാമിൽ വെച്ചിട്ട് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുക, അതാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ പാരാമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇപ്പോ സ്റ്റോക്ക് റിട്ടേൺ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് യൂഷ്വലി ഒരു നോർമൽ കർവ് പോലെ ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള നോർമൽ കർവ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള അസംഷനിലാണ് പാരാമെട്രിക് മെത്തേഡ് പറയുന്നത്. അപ്പോൾ
അതായത് ആ സ്റ്റോക്കിൽ നിന്നുള്ള റിട്ടേൺ അല്ലെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് ചേഞ്ചസ് ഒരു നോർമൽ കർവ് പോലെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഒരു നോർമൽ കർവ് നമുക്കറിയാം ബെൽ ഷേപ്ഡ് ആണ്. സോ ആ ബെൽ ഷേപ്പിൽ നമുക്ക് എവിടെ വെച്ചിട്ടാണ് ആ ഒരു പ്രൈസ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് സ്റ്റോക്കിന്റെ പ്രൈസ് റൈസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് പാരാമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണ് മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് നോക്കുന്നതാണ്. അതിന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് മോണ്ടെ കാർലോ ടെക്നിക്ക്, ഈ മോഡൽ എന്ന് പറയുന്നത് ഒരുപാട് ഹൈപ്പോത്തറ്റിക്കൽ ട്രയൽസ് കണ്ടക്ട് ചെയ്തിട്ട്, ഹിസ്റ്റോറിക്കൽ ഡാറ്റ ബേസ് ചെയ്തിട്ട് ഹൈപ്പോത്തറ്റിക്കൽ ട്രയൽസ് കണ്ടക്ട് ചെയ്തിട്ട് അതിന്റെ ബേസിൽ വരുന്ന റിസൾട്ട് വെച്ചിട്ട് വാർ കണ്ടക്ട് ചെയ്യുക, വാല്യൂ ആൻഡ് റിസ്ക് അനാലിസിസ് ചെയ്യുന്നത്. ആ ഒരു ടെക്നിക്കാണ്, ആ ഒരു മെത്തേഡാണ് മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതില് വേഴ്സ്റ്റ് ആയിട്ടുള്ള 5%, അതുപോലെ തന്നെ 1% ഔട്ട്കംസും ആ ഒരു സിമുലേഷൻ വഴി പ്രൊവൈഡ് ചെയ്യും. സോ അത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. ഇത്രയാണ് വാല്യൂ ആൻഡ് റിസ്ക് വാർ അനാലിസിസിൽ ഉള്ള ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, പാരാമെട്രിക് മെത്തേഡ്, അതുപോലെ തന്നെ മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂണിറ്റിൽ. താങ്ക് യു.